നമുക്കിന്ന് നല്ലൊരു നാടൻ കാവത്ത് അല്ലെങ്കിൽ കാച്ചിൽ കറി വെച്ചെടുത്താലോ. അതിനാദ്യം കഴുകി വൃത്തിയായി അരിഞ്ഞ് കഷ്ണങ്ങളാക്കിയെടുക്കുക. അതിനെ കുക്കറിലാക്കിയതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ചേർക്കുക. അതിലേക്ക് 3-4 പച്ചമുളക് കീറിയിടാം. അത് കഴിഞ്ഞ് ഒരു 1-1.5 സ്പൂൺ ഉപ്പ് ചേർക്കാം. ഇനി അത് നമുക്കിനി അടച്ചു വെച്ച് വേവിക്കാം. ഈ സമയത്ത് തേങ്ങ ചിരകിയതും ചെറിയ ജീരകവും ചെറിയ ഉള്ളിയും ചേർത്ത് അരച്ചെടുക്കുക. ഈ വെന്ത വന്ന കാവത്തിലേക്ക് ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. കാവത്ത് നല്ല ഉടഞ്ഞ് കിട്ടണം. അങ്ങനത്തെ രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ച തേങ്ങാ മിശ്രിതം ഇതിലേക്ക് ചേർക്കാം. ഇതിനെ നമുക്ക് നന്നായിട്ട് യോജിപ്പിച്ച് ചേർക്കാം. അത് കഴിഞ്ഞ് ചെറിയ തീയിൽ ഇതിനെ വേവിച്ചെടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്ത് നമുക്കിതിനെ മാറ്റി വയ്ക്കാം. ഈ സമയത്ത് മറ്റൊരു ചട്ടിയിൽ എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായതിന് ശേഷം കടുക്, വറ്റൽമുളക്, കറിവേപ്പില എന്നിവ പൊട്ടിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് വേവിച്ച് വെച്ച കാച്ചിലേക്ക് ഇതിനെ ഇടാം. ഇത് മിക്സായി ഇതെടുക്കാം. അങ്ങനെ നമ്മുടെ നാടൻ രുചികരമായ കാവത്ത് റെഡി ആയിട്ടുണ്ട്.